അടുത്തതായിട്ട് ഓംസ് ലോ. വോൾട്ടേജ്, കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ്, ഇത് മൂന്നും തമ്മിലുള്ള ഒരു റിലേഷനാണ് ഓംസ് ലോ. ഓംസ് ലോ states that at constant temperature, the current passing through a closed circuit is directly proportional to the potential difference and inversely proportional to the resistance. അപ്പോൾ ഓംസ് ലോ എന്താണ് പറയുന്നത്? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ ഒരു സർക്യൂട്ടിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പോൾ ഓംസ് ലോ I is equal to V/R എന്ന് നമുക്ക് എഴുതാം. I is equal to V/R ആണെങ്കിൽ V is equal to IR ആയിരിക്കും. ഫോർമുല ഏത് രൂപത്തിൽ വേണമെങ്കിലും എഴുതാം. ഇനി ഒരു എക്സാമ്പിൾ പ്രോബ്ലം. A bulb takes a current of 0.2 ampere at a voltage of 3.6 volt. Determine the resistance of the filament of the bulb. ഒരു ബൾബിൻ്റെ കറണ്ട് തന്നിട്ടുണ്ട്. ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0.2 ആംപിയർ ആണ്. വോൾട്ടേജ് 3.6 വോൾട്ട് ആണ്. അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കറണ്ട്, വോൾട്ടേജ്, റെസിസ്റ്റൻസ് ഇവ റിലേറ്റ് ചെയ്യുന്ന ഫോർമുലയാണ് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ കൊടുക്കുക, V is equal to IR കൊടുക്കുക. വിയും ഐയും തന്നിട്ടുണ്ട്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വിൻ്റെ സ്ഥാനത്ത് 3.6 വോൾട്ടും ഐൻ്റെ സ്ഥാനത്ത് 0.2 ആംപിയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് R കണ്ടുപിടിക്കുക. R is equal to 0.2 3.6ൻ്റെ താഴേക്ക് വരും, ഡിനോമിനേറ്ററിലേക്ക് വരും. 3.6 ഡിവൈഡഡ് ബൈ 0.2 എന്ന് വരും. അപ്പോൾ R is equal to 3.6 divided by 0.2, that is equal to 18 ohm. ഇനി നമുക്ക് ഇലക്ട്രിക് പവർ നോക്കാം. പവർ എന്താണെന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഡൺ പെർ യൂണിറ്റ് ടൈം, അതിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ഇലക്ട്രിക് പവർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ഇൻ എൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഓവർകംസ് ദ റെസിസ്റ്റൻസ് ആൻഡ് ഡസ് വർക്ക്. ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അത് എന്ത് വർക്കാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് ഇൻ ആംപിയർ. വർക്ക് ചെയ്യുന്നതിൻ്റെ നിരക്കിനെയാണ് നമ്മൾ പവർ എന്ന് പറയുന്നത്. ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് ഇൻ ആംപിയർ. സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്, വെൻ എൻ EMF ഓഫ് 1 volt causes a current of 1 ampere to flow, the power is 1 watt. ഒരു 1 volt EMF 1 ആംപിയർ കറണ്ട് ഫ്ലോ ഉണ്ടാക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന ഉണ്ടാവുന്ന പവറാണ് 1 വാട്ട് എന്ന് പറയുന്നത്. അതായത് 1 വോൾട്ട് ഇൻറ്റു 1 ആംപിയർ ആണ് 1 വാട്ട്. ഓക്കെ, പവറിൻ്റെ ഫോർമുല പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. V ഇൻറ്റു I ആണ് പവർ. ഇനി ഇലക്ട്രിക് വർക്ക് ഓർ എനർജി. ഇലക്ട്രിക് വർക്ക് ഓർ എനർജി ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇലക്ട്രിക് പവർ ആൻഡ് ടൈം. ഇലക്ട്രിക് പവറിൻ്റെയും ടൈമിൻ്റെയും പ്രോഡക്റ്റ് ആണ് ഇലക്ട്രിക്കൽ എനർജി എന്ന് നമ്മൾ പറയുന്നത്. W is equal to P ഇൻറ്റു T എന്ന് നമുക്ക് പറയാം. ഇനി വർക്ക് ഇൻ വാട്ട് സെക്കൻഡ്. ഇപ്പം നമ്മൾ പവർ വാട്ടിലും ടൈം സെക്കൻഡിലും പറഞ്ഞാൽ വർക്കിൻ്റെ യൂണിറ്റ് വാട്ട് സെക്കൻഡ് ആയിരിക്കും. 1 വാട്ട് ഇൻറ്റു 1 സെക്കൻഡ്, ഇതിനെയാണ് നമ്മൾ 1 ജൂൾ എന്ന് പറയുന്നത്. 1 ജൂൾ. വലിയ യൂണിറ്റ്സ് ആണ് വാട്ട് ഹവറും കിലോ വാട്ട് ഹവറും. ഓക്കെ, 1 വാട്ട് ഹവർ ഇസ് ഈക്വൽ ടു 3600 വാട്ട് സെക്കൻഡ് ആണ്. ഇനി 1 കിലോ വാട്ട് ഹവർ ആണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. 1 kWh is equal to 1000 watt hour ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 lakh watt second ആണ്. ഇനി ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. ഒന്നാമതായിട്ട്,
Calculate the power rating of the lamp in the circuit if 0.25 ampere of current flows and the voltage is 240 volt. അതായത് പവർ കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് തന്നിട്ടുണ്ട് 0.25 ആംബിയർ, വോൾട്ടേജ് തന്നിട്ടുണ്ട് 240 വോൾട്ട്. അപ്പോൾ നമുക്കറിയാം പവർ പി സീക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ഇതാണ് ഫോർമുല. അപ്പോൾ വോൾട്ടേജും കറണ്ടും ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വി സീക്വൽ ടു 240, ഐ സീക്വൽ ടു 0.25. ദെൻ പി പവർ സീക്വൽ ടു 240 ഇൻറ്റു 0.25, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 വോൾട്ട് ആംബിയർ, 60 വോൾട്ട് ആംബിയർ. ഇനി നമുക്കറിയാം 1 വോൾട്ട് ഇൻറ്റു 1 ആംബിയർ എന്ന് പറഞ്ഞാൽ 1 വാട്ടാണ്. പവറിൻ്റെ SI യൂണിറ്റ്, പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. അപ്പോൾ 1 വോൾട്ട് ഇൻറ്റു 1 ആംബിയർ 1 വാട്ടാണെങ്കിൽ 60 വോൾട്ട് ഇൻറ്റു 60 വോൾട്ട് ഇൻറ്റു ആംബിയർ എന്ന് പറഞ്ഞാൽ 60 വാട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എ കറണ്ട് ഓഫ് 15 ആംബിയർ ഫ്ലോ ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 10 ഓം. കാൽക്കുലേറ്റ് ദി പവർ ഇൻ കിലോ വാട്ട്സ് കൺസ്യൂംഡ്. 15 ആംബിയർ കറണ്ട് 10 ഓം റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്നു. പവർ കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ പോലെ തന്നെ പവറിൻ്റെ ഫോർമുല വി ഇൻറ്റു ഐ ആണ്. പക്ഷെ നമുക്ക് വി തന്നിട്ടില്ല, ഐ ആണ് തന്നത്, പിന്നെ റെസിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, വിനെ നമുക്ക് IR എന്ന് എഴുതാൻ പറ്റും. ഓംസ് ലോ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു IR ആണ്. അപ്പോൾ വിനെ I ഇൻറ്റു ആർ എന്ന് മാറ്റി എഴുതുക. വീണ്ടും നേരത്തെയുള്ള I അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഐക്ക് നമുക്ക് അപ്പോൾ I ഇൻറ്റു I സ്ക്വയർ എന്ന് വരും. ആറിനെ അങ്ങനെ തന്നെ എഴുതുക. ഐൻ്റെ സ്ഥാനത്ത് 15, ഐൻ്റെ വാല്യൂ കൊടുക്കുക. അപ്പോൾ 15 സ്ക്വയർ വരും. ആറിൻ്റെ വാല്യൂ 10 കൊടുക്കുക. 15 സ്ക്വയർ 225 ഇൻറ്റു 10. അപ്പോൾ എന്താ കിട്ടുന്നത്, 2250 വാട്ട്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2.25 കിലോ വാട്ട്. ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ 40 വാട്ട് ഫ്ലൂറസെന്റ് ലാമ്പ് ഡ്രോസ് എ കറണ്ട് ഓഫ് 0.10 ആംബിയർ, ഹൗ മച്ച് വോൾട്ടേജ് വിൽ ബി റിക്വയർഡ് ടു ഇല്ലുമിനേറ്റ് ഇറ്റ്. അതായത് 40 വാട്ട് പവർ ഉള്ള ഫ്ലൂറസെന്റ് ലാമ്പ് ഒരു 0.1 ആംബിയർ കറണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ എത്ര വോൾട്ടേജ് ആയിരിക്കും അതിന് ആവശ്യം വരിക എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ലാമ്പിൻ്റെ പവർ W ഇസ് ഈക്വൽ ടു 40 വാട്ട്, കറണ്ട് I ഇസ് ഈക്വൽ ടു 0.10, V ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കണം. നമുക്കറിയാം W ഇസ് ഈക്വൽ ടു VI. W ഇസ് ഈക്വൽ ടു VI ആണെങ്കിൽ V ഇസ് ഈക്വൽ ടു W ബൈ I ആയിരിക്കും. 40 ബൈ 0.1, ദാറ്റ് ഈസ് ഈക്വൽ ടു 400 വോൾട്ട്. മാഗ്നറ്റിക് ഇൻഡക്ഷൻ. When a magnet is brought near to an iron bar, a magnetism is produced in the iron bar. This is known as magnetic induction. ഒരു മാഗ്നറ്റ് ഒരു അയൺ ബാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയൺ ബാറിൽ ഒരു മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അനുഭവം ഉള്ള കാര്യമാണ്. ഇനി ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ യൂണിറ്റ് പോൾ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് മാഗ്നറ്റിക് പോൾ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചിട്ടുള്ള യൂണിറ്റ് മാഗ്നറ്റിക് പോളിന് അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതിനെ H എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. യൂണിറ്റ് വെബർ പെർ മീറ്റർ ആണ്. ഇനി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. First law, whenever a magnetic flux linked with a circuit changes, an EMF is induced in it. എപ്പോഴൊക്കെയാണോ ഒരു സർക്യൂട്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത്, ആ സമയത്തൊക്കെ ആ സർക്യൂട്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. ഇനി സെക്കൻഡ് ലോ, magnitude of the induced EMF is equal to rate of change of flux linkage. ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMFൻ്റെ മാഗ്നിറ്റ്യൂഡ്, അളവ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജിന് പ്രൊപ്പോർഷണലാണ്, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആണ്.
Then dynamically induced EMF and statically induced EMF. First one, dynamically induced EMF produced by moving the conductor in a stationary magnetic field or by changing magnetic flux over a stationary conductor. Example, ജനറേറ്റർ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ അതിന് ആ ഇൻസ്ട്രുമെൻറ്റിന് എക്സാമ്പിളാണ് ജനറേറ്റർ. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കണ്ടക്ടർ ഒരു സ്റ്റേഷനറി മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ഒരു കണ്ടക്ടറിന് ചുറ്റും ഒരു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്തിട്ടോ ആണ്. അതിന് എക്സാമ്പിളാണ് ജനറേറ്റർ. Then statically induced EMF produced in a stationary conductor due to changing magnetic field. ഒരു സ്റ്റേഷനറി കണ്ടക്ടറിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡ്യൂ ടു ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി 2 ടൈപ്സ് ഓഫ് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF നോക്കാം. ഫസ്റ്റ് വൺ 2 types of statically induced EMF നോക്കാം. ഫസ്റ്റ് വൺ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ്ഡ് വിതിൻ ദ സെയിം കോയിൽ. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ ഒരു സെയിം കോയിലിൽ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ്ഡ് ഇൻ ദി നെയ്ബറിംഗ് കോയിൽ, തൊട്ടടുത്ത കോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ട്രാൻസ്ഫോമർ, മോട്ടോർ, ജനറേറ്റർ. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സമ്മറി എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി, ഡെഫിനിഷൻ, എന്താണ് ഇലക്ട്രിസിറ്റി, എങ്ങനെയാണ് ഉണ്ടാവുന്നത് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പഠിക്കുന്നത് വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റിയുടെ പ്രധാന സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ എഫക്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി, ഫിസിക്കൽ, കെമിക്കൽ, അങ്ങനെ കുറച്ച് എഫക്ട്സ് പഠിച്ചു. പിന്നെ യൂസസ് ഓഫ് ഇലക്ട്രിസിറ്റിയിലേക്ക് കടന്നു. അത് കഴിഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ഇലക്ട്രിസിറ്റി പഠിച്ചു. പിന്നെ ടൈപ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, AC, DC, അതിൻ്റെ ഡിഫറൻസ്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രിക് ടേംസ് ആൻഡ് യൂണിറ്റ്സ് ആണ് പഠിച്ചത്. കറണ്ട്, വോൾട്ടേജ്, ചാർജ്, റെസിസ്റ്റൻസ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ, യൂണിറ്റ് എല്ലാം പഠിച്ചു. അതിനുശേഷം കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ദെയർ ക്ലാസിഫിക്കേഷൻ എക്സെട്ര. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസിൻ്റെ സീരീസ് ആൻഡ് പാരലൽ കണക്ഷൻ പഠിച്ചു. അതിൻ്റെ ഫോർമുല ഓർത്ത് വെക്കുക. സീരീസ് കണക്ഷൻ ആകുമ്പോൾ R1 + R2, പാരലൽ കണക്ഷൻ ആകുമ്പോൾ 1/R = 1/R1 + 1/R2. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം ഒക്കെ ഓർത്തിരിക്കാം. പിന്നെ ഓംസ് ലോ, V = IR. ദെൻ ഇലക്ട്രിക്കൽ പവർ ആൻഡ് എനർജി. പവർ എന്ന് പറഞ്ഞാൽ V × I, എനർജി അല്ലെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ P × T. പിന്നെ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, അതിൽ സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ ഒക്കെ ഒന്ന് ഓർത്തിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇവിടെ തീരുകയാണ്.